നിങ്ങളുടെ സംഘടന തന്നെയാണ് ഞാൻ. അതെ, ഈ സത്യശീല സാർ ഇനി വല്ലാണ്ട് മൂപ്പിച്ചാണല്ലോ. അയാൾക്ക് എപ്പോൾ പണി കൊടുത്തു എന്ന് വെച്ചാൽ മതിട്ടാ. ഞാൻ വിളിക്കാം. കിട്ടിയോ? ഇല്ല, അത് ഓഫീസിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു. അതൊക്കെ സത്യശീലൻ സാറിൻ്റെ ഒരു നമ്പറിന് അപേക്ഷ ഒന്നും കിട്ടാൻ പോണില്ലേ? തനിക്കിപ്പോൾ ഗ്യാസ് കണക്ഷൻ വേണോ? വേണോ. ഞാൻ ശരിയാക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കച്ചവടം ഉണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിറയെ സൈഡ് ബിസിനസ് ആണല്ലേ? അതല്ല ഞാൻ പറഞ്ഞേ. ഞാൻ ഒരു അപേക്ഷ അങ്ങോട്ട് എഴുതി തരാം. താൻ അത് ഒപ്പിട്ടിട്ട് വിവരാവകാശ ഓഫീസർക്ക് അയക്കാം. അപ്പൊ വിവരാവകാശ ഓഫീസർ ഇത് ഗ്യാസ് ശരിയാക്കി തരും. താൻ എന്തുട്ടാ ഈ പറഞ്ഞേ? താൻ 2/6/2014 ഗ്യാസിന് അപേക്ഷിച്ചിരുന്നു. അപ്പൊ അതിന്റെ വിവരം എന്തായെന്ന് വെച്ചിട്ട് തപ്പ കണ്ട ഈ സത്യശീലൻ സാറില്ലേ, അയാൾക്കൊരു അപേക്ഷ കൊടുക്കണം. അത് കയ്യിലെ കെട്ടി അയാൾ ഓടും. നേരിട്ട് കൊണ്ടുപോയിട്ടേ അയാൾ കസാലിന് എണീറ്റില്ല. ഞാൻ കടലാസം കൊണ്ടുപോയിട്ട് ആൾ ഓടാൻ നിൽക്കണത്. തന്റെ അപേക്ഷ അയാൾ മനഃപൂർവ്വം മാറ്റി വെച്ചിരിക്കുക. തന്റെ ഗ്യാസ് കണക്ഷൻ എടുത്ത് അയാൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ അങ്ങോട്ട് ചെന്നാൽ പിന്നെ അയാൾക്ക് ചുക്കും ചെയ്യാൻ പറ്റില്ല. ഫയലിൽ വല്ല ക്രമക്കേട് കണ്ടല്ലോ, 5 വർഷം അയാൾ ജയിലില്ല. അപ്പൊ ചുരുക്കത്തിൽ അയാൾ ജയിലിൽ കിടന്ന് ചപ്പാത്തി തിന്നുമ്പോ അയാൾ വീട്ടിലെ ഗ്യാസ് കണക്ഷൻ നമുക്ക് കിട്ടൂല്ലേ? പോയായിരുന്നു. തനിക്കിപ്പോ ഗ്യാസ് കണക്ഷൻ വേണോ? ഞാൻ ഒരു അപേക്ഷ എഴുതി തരാം, അതിൽ ഒപ്പിട്ട് തന്നാൽ മതി. എന്ത് അലാക്കായാലും വേണ്ടില്ല, ഏടി വേണം നമ്മൾ ഒപ്പിട്ട് വരും. പക്ഷെ നമുക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടണം. പോട്ടെന്നാലും തരും. എന്തായാലും ഇത് വെച്ചൊരു കളി ഞാൻ കളിക്കും. ശ്രദ്ധിച്ചാട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ? എന്താ സാർ? ആര് എപ്പോൾ ഒരു അപേക്ഷയുമായിട്ട് വന്നാലും അത് രജിസ്റ്ററിൽ കൊള്ളിക്കണമെന്നും അവർ ചോദിച്ചില്ലെങ്കിൽ പോലും അവർക്ക് റെസിപ്റ്റ് കൊടുക്കണമെന്നും നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ? പറഞ്ഞിട്ടുണ്ട് സാർ. ഇപ്പോൾ ഒരു മൊയ്ത് വന്നു, അയാൾക്ക് റെസിപ്റ്റ് ഇല്ല, അയാളുടെ അപേക്ഷയും കാണാനില്ല. എന്തായാലും ഒന്നും മിണ്ടാത്തത്? അല്ല, ഈ അപേക്ഷ ഞാൻ എന്തപേക്ഷ? തെരഞ്ഞെടുത്തു, കിട്ടിയില്ല സാർ. നിങ്ങൾ രണ്ടുപേരും കൂടെ ആ അപേക്ഷ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. മൊയ്തു, കല്ലിന്റെ അയ്യത്ത് വീട്, വയ്യാങ്കര PO. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് ആ അപേക്ഷന്റെ മേശപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ. ഉച്ചയ്ക്ക് മുമ്പോ? അതെന്താ ഉച്ചന്ന് കേട്ടിട്ടില്ലേ? ചോറ് ഉണ്ണുന്നതിന് മുമ്പ്. എവിടെയാ ശീതള? എവിടെ? സാർ ഇപ്പൊ പുറത്തേക്ക് പോയി. ഒപ്പിടണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇറങ്ങിപ്പോയോ? താല്പര്യമില്ല, ജോലിയിൽ താല്പര്യമില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഉച്ചയ്ക്ക് മുമ്പ്, അതായത് ഉണ്ണുന്നതിന് മുമ്പ് ഫയല്. വാ തെരയാം. എന്താ പറഞ്ഞു? കല്ല് എന്താ? കല്ലിന്റെ അയ്യത്ത് മൊയ്തു. 2014 എപ്പോഴാ സാറിന്റെ മൂഡ് മാറുമെന്ന് പറയാം. ഉച്ചയ്ക്ക് മുമ്പ് വരുവാ സാധനം. എന്താണോ ഇത്? ഇത് മൊയ്തുവിന്റെ അപേക്ഷ തരെയാണ് സാർ. നാട്ടുകാർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്ന അപേക്ഷകളാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സാർ അത് തെരയാതെ കിട്ടില്ലല്ലോ സാർ. തെരഞ്ഞോണ്ടിരിക്കുകയാണ്. ഒരു അപേക്ഷ തരയാൻ പറഞ്ഞാൽ ഇന്നും മൊത്തം അപേക്ഷ തെരച്ചിലാണ്. എന്തിന് പറയണത് നിങ്ങളൊക്കെ? വെറുതെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ. അത് പറയല്ല, വേറെ ഫയല് തരും, എടുത്തു വെക്കി. എന്നെ കൊണ്ടൊന്ന് വീട്ടിലിട്ട് എനിക്ക് തോന്നുന്നത് കത്തിച്ചാൽ പെട്ടുന്നാ. എന്റെ ശീതളൻ സാറേ, അത് വീട് സാർ അവിടെ ഇരിക്കി. ഇല്ലാണ്ടും തൊട്ടാ നമ്മൾ കാലം കുറേ ഇവിടെ. സാറേ സത്യശീലൻ സാറല്ലേ? അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ കാണണം. എന്താ ഞാനെന്ത് സാറേ? നിങ്ങളോടല്ല, നിങ്ങൾ ചേട്ടാ സാറ് അകത്തുണ്ട്, അങ്ങോട്ട് ചെല്ലേ. അതിലെൻ്റെ കാര്യം. ഞാൻ ഒരാൾ നേരം വഴിക്ക് വരുമ്പോൾ അന്ന് ലീവ് എഴുതി വയ്ക്കും. കള സാറേ, ഒരു ലീവ് എന്തായാലും അനുവദിച്ചില്ലേ? ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. എന്നാലും ഒരു മുറ്റത്ത് 2 കച്ചവടം, അത് വേണ്ടേ? സാറേ ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഉണ്ട്. അതൊക്കെ പറഞ്ഞത് അങ്ങനെ കുഴപ്പമില്ല. സമാധാനമായല്ലോ? എന്താ സാർ? ആ മൊയ്തു വിവരാവകാശ നിയമപ്രകാരം അയാളുടെ ഗ്യാസ് കണക്ഷന്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനൊരു മറുപടി അയച്ചാ പോരെ സാറേ? അതിന് എന്ത് മറുപടി അയക്കും? അയക്കുമെന്ന് അയാൾ അപേക്ഷ ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് മറുപടി എഴുതും? സാറിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അപേക്ഷ തന്നവർക്കെല്ലാം കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം നിങ്ങൾക്ക് ലഭിക്കും എന്നങ്ങോട്ട് പറയണം. വിവരാവകാശ നിയമപ്രകാരം സാറിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറിന്റെ സർവീസിന് ഒരു കുഴപ്പം വരില്ല. ഇല്ല. പക്ഷേ ശീതള, സുഗത, അയാൾ അപേക്ഷ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യും?
അപേക്ഷ കാണണമെന്നും പറഞ്ഞ് ഇന്നവർ ആരെങ്കിലും വിവരാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടോ സാറേ? അല്ല, ഇയാൾ എപ്പോഴാണ് ശരിക്കും കംപ്ലൈന്റ് ചെയ്യുക? എപ്പോഴാ ചെയ്യാ? ഇയാൾ അപേക്ഷ നൽകിയതിന് ശേഷം അപേക്ഷ നൽകിയവർക്ക് കണക്ഷൻ കിട്ടിയാലല്ലേ? ആ, അങ്ങനെ ഒരു കാലം വരുമ്പോഴേക്കൊക്കെ സാർക്ക് പെൻഷൻ പറ്റും സാറേ. സാർ ധൈര്യമായിട്ട് പോകും. അല്ല ശ്യാമളെ, ഈ മൊയ്തുവിന്റെ അപേക്ഷ അന്ന് നമ്മൾ ഫയലൊക്കെ കത്തിച്ചതിന്റെ കൂട്ടത്തിലെങ്ങാനും കത്തിച്ചാ? ഞാൻ മാത്രം കത്തിച്ചത്? നമ്മളെല്ലാരും കൂടിയല്ലേ കത്തിച്ചത്? അപ്പൊ എല്ലാരും കൂടി ഇന്നും കൂടെ ആലോചിച്ചാൽ മതി കേട്ടാ.